സുൽത്താൻ ബത്തേരിന്റെ പേര് മാറ്റി ഗണപതി പട്ടം. എടോ, ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് എങ്ങനെയാ വന്നത്? ആർക്കറിയാം? സുൽത്താൻ ബാറ്ററി എന്നാണ്. ടിപ്പു സുൽത്താന്റെ യാത്രയൊക്കെയായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം ബത്തേരി എന്ന നിലക്കൊക്കെ വന്ന പേരാണ്. ആരിട്ട പേരാണ്? ഏതെങ്കിലും പള്ളിയിൽ നിന്ന് വിളിച്ച പേരാ? അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അമ്മാവന്റെ പേരാണോ ഈ സുൽത്താൻ ബത്തേരി എന്നത്? എന്തൊരു നിസ്സാരമായി മനുഷ്യന്റെ നരമ്പ് രോഗത്തെയാണ് ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി പരിശോധിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അവഗണിക്കുക, എന്നിട്ടോ അവന്റെ വൈകാരികമായ പ്രശ്നങ്ങളെ തൊടുക. ഇത് BJPയുടെ ഒരു മിനിയേച്ചർ ആണല്ലോ, നരേന്ദ്രമോദിയുടെ ഒരു മിനിയേച്ചർ ആണല്ലോ ഈ പറയുന്ന സുരേന്ദ്രൻ. ഞാൻ സുരേന്ദ്രനെ ഉദാഹരണമായി എടുത്തത് ഇതാണ് ഇന്ത്യ മുഴുക്കെ ഈ രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾ പ്രയോഗിക്കുന്നത്. ഇതാണ് ഇവിടെ നരേന്ദ്രമോദി പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലേ ഇന്ത്യ ഭരിക്കുന്നവൻ ഭരിക്കേണ്ടത്? അത് ആര് ഭരിച്ചാലും, ഈ രാജ്യം ഭരിക്കുന്നത് ലീഗാണെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത് ആരായാലും ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലാതെ ഭരിക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിന്റെ 80% ഹിന്ദുക്കളല്ലേ? നിങ്ങൾ എങ്ങനെ ഭരിച്ചാലും അതിന്റെ ഗുണം അവർക്കല്ലേ കിട്ടേണ്ടത്? നിങ്ങൾ എത്ര മോശം ചെയ്താലും അതിന്റെ ഏറ്റവും വലിയ ദുരന്തം അഭിമുഖീകരിക്കേണ്ടത് 80% വരുന്ന ഹിന്ദുക്കളല്ലേ? നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 കൊല്ലം നിങ്ങൾ ഇവിടെ ഭരിച്ചിട്ട് ഡീസലിന് 110 രൂപയോളം നിങ്ങൾ കയറ്റുമ്പോ, നിങ്ങൾ എന്താണ് 100 ചില്ലാനും ഉറപ്പിക്കുക നിങ്ങൾ ആക്കുമ്പോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 80% ഹിന്ദുക്കളാണ് അത് കൊടുക്കേണ്ടി വരുന്നത്. അരിയുടെ വില കയറ്റിയപ്പോൾ ഹിന്ദുക്കളാണ് കൊടുക്കുന്നത്. ഗ്യാസിന്റെ വില കയറ്റിയപ്പോൾ ഹിന്ദുക്കളാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞല്ലേ മുസ്ലിങ്ങൾ കൊടുക്കുന്നുള്ളൂ ചെറിയൊരു ശതമാനം. അത് കഴിഞ്ഞല്ലേ ക്രിസ്ത്യാനികൾ കൊടുക്കുന്നുള്ളൂ. ഈ മോദി ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ഭരിച്ചത്? അവന്റെ വിശപ്പ് മാറ്റാൻ പ്രയത്നിച്ചോ? വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എടുക്കുമ്പോൾ ലോകത്തിന്റെ 111ാമത്തെ പട്ടിണി രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും പട്ടിണിയിലാണ് എന്നല്ലേ അർത്ഥം? മുസ്ലിങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നാണോ? ക്രിസ്ത്യാനികൾ പട്ടിണി കിടക്കുന്നു എന്നാണോ? സിഖുകാരൻ പട്ടിണി കിടക്കുന്നു എന്നാണോ? അല്ലല്ലോ. രാജ്യം ഭരിക്കുന്നവൻ 80% ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിച്ചാൽ ഈ നാട് സ്വർഗമാകും, ഈ നാട് പുരോഗമിക്കും. ആ 80% ഈ രാജ്യത്ത് സ്വാസ്ഥപ്പെട്ടവരായി വന്നാൽ സ്വാഭാവികമായി ഈ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഭരിക്കാത്തത്?